പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ കാണുന്ന ഏതാണ്ടൊരു 60% പേർ ഒരു 45-50 വയസ്സിന് മുകളിലുള്ളവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് അവരോട് ഞാൻ ഈ വീഡിയോയിൽ കർശനമായിട്ടൊന്നും പറയുന്നില്ല. അവരെല്ലാവരും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അതിന് താഴേക്കുള്ള കുറച്ച് പേർക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ചില കാര്യമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ദയവായി ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറഞ്ഞ പ്രായക്കാർക്കും നമുക്ക് താഴെയുള്ളവർക്കും എനിക്കും നിങ്ങൾക്കും അടക്കം എല്ലാവർക്കും പെൺമക്കളുള്ളതാണ്. ഈ പെൺമക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടേ പറ്റൂ. എല്ലാവരും ആരോടെങ്കിലും ചാടിപ്പോയി നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് കരുതരുത്. അങ്ങനെ ചാടിപ്പോയി രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല. അതൊരു രക്ഷപ്പെടുത്തലുമല്ല. നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് കൈകൊണ്ട് പിടിച്ച് അവരിഷ്ടപ്രകാരം തന്നെ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെയും കൂടി അനുഭവം ഞാൻ ഇതിനുള്ളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അയർക്കുന്നത്ത് അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുട്ടികളും അവരുടെ ബോഡിയിൽ നിന്ന് അടക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 2020 സെപ്റ്റംബറിൽ ഈ പറഞ്ഞ ജിസ്മോൾ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല പെൺമക്കളെ കെട്ടിച്ചു വിടേണ്ടതെന്നും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തേക്ക്, സ്നേഹമുള്ള വീടുകളിലേക്കാണ് പെൺമക്കളെ പറഞ്ഞു വിടേണ്ടത് എന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ആ പയ്യൻ ഒരുപാട് കണ്ട് ശരിയാകുന്നിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ സാമ്പത്തിക അവസ്ഥയേക്കാൾ താഴെ ഉള്ളവരായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് പൊതുവെ കാണാറുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യയുടെ വീട്ടുകാരുടെ സാമ്പത്തിക അവസ്ഥയേക്കാൾ താഴെ ഉള്ളവരാണെങ്കിൽ ഒരു അപകർഷതാബോധത്തോടെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ട്. ഈ 2 സാഹചര്യവും സത്യമാണ്. നമ്മൾ എത്ര മൂടി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒരു സാമ്പത്തിക സമത്വമുള്ള ജീവിതമല്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കൗൺസിലിംഗ് കേസുകൾ അറ്റൻഡ് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്കറിയാം, അത് അനുഭവമാണ്. ഇപ്പോൾ സ്ത്രീകൾ മുഴുവൻ പുണ്യാളച്ചന്മാരും അച്ചിമാരും അതുപോലെ ഭർത്താക്കന്മാരും മുഴുവൻ മോശമെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാം, ഒത്തിരി സാമ്പത്തികമായിട്ട് അല്പം താഴെ ഉള്ള കാരണം കൊണ്ട് ഈ ഭർത്തൃ വീട്ടുകാരും മറ്റുള്ളവരും അവമതിക്കപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്നേഹസമ്പന്നരായ നല്ല വീട്ടുകാരും നല്ല ഐക്യമുള്ള ഒരു വീടുമായിരിക്കും. ആ ഭർത്താവിനെ ഭാര്യ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഏതോ ഒരു മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടി അളിയനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് പോലെ ആ രീതിയിൽ പെരുമാറുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ആ വീട് ചെറിയ വീടാണ്, അവർക്ക് പറ്റാത്ത സാഹചര്യമാണ് എന്ന ഇരത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത്തരത്തിലൊരു ഭർത്താവിനെ നിങ്ങളുടെ മകൾക്ക് വാങ്ങിക്കൊടുക്കരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ജീവിതത്തിൽ ഒരു സുഖവും സ്വസ്ഥത ഉണ്ടാവില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും, നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ മകൻ്റെ ഭാര്യ വീട്ടുകാർ സാമ്പത്തികമായി ഇല്ലാത്തവരാണ് എന്ന് നാണക്കേടുണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു പെൺകുട്ടി എത്ര സുന്ദരിയാണെന്നുണ്ടെങ്കിലും എത്ര സൽസ്വഭാവിയാണെന്നുണ്ടെങ്കിലും ആ കുടുംബം എത്ര കണ്ട് സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ദയവായി അവിടെ നിന്ന് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സംഭവിച്ചത് ഇതാണ്. ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചതാണ്. കാര്യം ഈ ജിസ്മോളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടല്ല, അതിൻ്റെ ഒരുപാട് മേലെയാണ് ഈ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മകളെ പറഞ്ഞു വിടേണ്ടത് എന്ന് പറയുമ്പോൾ, നല്ല പണവും കാര്യങ്ങളും ഉള്ള ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ നന്നായി ജീവിച്ചോളും എന്നുള്ളൊരു ധാരണ ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന ഒരു ഉദാഹരണമാണ് ഞാനിവിടെ നിങ്ങളോടും പറയുന്നത്. ഈ നാട്ടിൽ വിവാഹം കഴിക്കാൻ കുറച്ച് വൈകിയ സമയത്ത്, പ്രായം കൂടി വരുന്ന സമയത്ത് നല്ല കാശുണ്ട്, നല്ല പണമുണ്ട്, നിങ്ങളെ വീടൊക്കെ വലിയ വീട് വെച്ച് തരും, അതുപോലെ വലിയ എന്തൊക്കെ തരും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ബ്രോക്കർമാരും വന്നു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ അവരെങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണ് എന്നൊന്നും ഇവർ പറയില്ല. ഇവർ പണത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് മഞ്ഞളിക്കും എന്നാണ് പറയാറ്. അങ്ങനെ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് 2 വീടുണ്ട്, 4 കാറുണ്ട്. അപ്പോൾ ഇത്രയും 2 വീടും 4 കാറും ഉള്ള ഒരു വ്യക്തി ഈ പാവപ്പെട്ട വീട്ടിൽ വന്നത് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് എന്നൊരു മറുചോദ്യമുണ്ട്. ആ ചോദ്യം അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ
ചില ഉത്തരങ്ങൾ കിട്ടും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജിസ്മോളുടെ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഇയാൾ വിവാഹം കഴിക്കാൻ വരുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും കെട്ടിച്ചു കൊടുക്കാൻ അവരുടെ സ്വഭാവം കൊണ്ട് ശരിയായിട്ടുണ്ടാവില്ല എന്ന് അവർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ആദ്യമൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ വീട്ടിൽ അത് കുഴപ്പമില്ല, അത് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ, പണമൊന്നും പ്രശ്നമില്ല, പണം നമ്മൾ ഇന്ന് വരും നാളെ പോകും അങ്ങനെയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ ഐക്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ കെട്ടിച്ചു വിടാൻ പാടുള്ളൂ. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പണത്തിൻ്റെ കുറവുണ്ടാവും, സൗന്ദര്യത്തിൻ്റെ കുറവുണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. കാര്യം ആ ഒരു വേർതിരിവ് ചില വിവരം കെട്ട മാതാപിതാക്കൾക്കും അതിലൂടെ അവരുടെ മക്കൾക്കും ഉണ്ടാകാറുണ്ട്. അതായത് ആ കുടുംബത്തിൽ എൻ്റെ മകൻ അവൾ എന്നായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മകൾ അവൻ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇത് രണ്ടുമല്ല വേണ്ടത്. അതായത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തികത്തിൻ്റെ ഇതിലല്ല അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിശേഷമുണ്ടായാൽ ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ബന്ധം അങ്ങനെ ആകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഒരുമിക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ സമചിത്തതയുള്ള, സാമ്പത്തികമായി നമ്മൾ ഈ ഇസ്ലാമികമായി കുഫു ഒക്കുക എന്ന് പറയും. അപ്പോൾ ആ നിലയിൽ സാമ്പത്തികമായി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നവർ ഒരേപോലെ, ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ആസ്തി ഒരാൾക്കുണ്ടെങ്കിൽ അതേ 10 കോടി ആസ്തിയുള്ളവരെ ആളെ കൂടെ കൂട്ടിയാൽ മതി, എന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഈ താഴെയുള്ള കുട്ടികളൊന്നും പിടിച്ച് കെട്ടിക്കരുത്. ഇവിടെ അത്തരത്തിലൊരു കെട്ടൽ നടന്നതുകൊണ്ടാണ് ജിസ്മോൾക്കും 2 കുട്ടികൾക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 2020 ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. 2020 പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കുള്ള, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന വീട്ടിലേക്കാണ് മകളെ പറഞ്ഞു വിടാമെന്ന് അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 2025 4-4.5 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു ഇത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജിസ്മോൾ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ് നമുക്ക്. നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്ക്, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ ഭാര്യയോട് എങ്ങനെയാണ്, നമ്മുടെ ഭർത്താവിനോട് എങ്ങനെയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരോട് എങ്ങനെയാണ്, ഭാര്യ വീട്ടുകാരോട് എങ്ങനെയാണ്, മകൻ്റെ വീട്ടുകാരോട് എങ്ങനെയാണ്, മരുമകളുടെ വീട്ടുകാരോട് എങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം. അവർക്കും അഭിമാനമുണ്ട്, അതുപോലെ അവരും ഓരോ വ്യക്തികളാണ്. ആ വ്യക്തിത്വത്തെ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് അടിയറ വയ്ക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായാൽ അത് അവരുടെ ഗതികേടാണ്. നിങ്ങൾ ആ ഗതികേടിനെ ചൂഷണം ചെയ്യരുത്. ആ ഗതികേട് ഒരിക്കലും നമ്മുടെ അഭിമാനമായി വരില്ല, നമുക്ക് ശാപവാക്കുകളായിട്ടാണ് വരുന്നത്. ഒരു കാലത്ത് നമ്മൾ ഗുണം പിടിക്കില്ല. ജോമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 7 വർഷം കഷ്ടപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ കഥ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കള്ളക്കേസ് കൊടുത്ത് അകത്താക്കിയിട്ട് ആ കുറ്റബോധം അവളുടെ മനസ്സിൽ കിടന്നിട്ട് അവളൊരു വിവാഹം കഴിച്ചിട്ട് അവൾക്കും അവളുടെ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും ഒരു സമാധാനം കിട്ടുന്നില്ല. ഇതാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ കരുതും നമ്മൾ നല്ല ജീവിതത്തിലായിരിക്കുമെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഈ ജിസ്മോളുടെ കെട്ടിയവൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താണ്? ജിസ്മോളുടെ ഭർത്താവിന് വേറെ ഭാര്യ വരുമായിരിക്കും, പക്ഷെ അപ്പോഴും ആ നാട്ടുകാരും ആ കുടുംബവും മറ്റുള്ളവരും എല്ലാം പറയും, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മിക്കും. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഒരു നല്ലത് പറയിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചു വാങ്ങരുത്. നാട്ടുകാരുടെ ശാപം നമ്മൾ ചോദിച്ചു വാങ്ങരുത്. ഒരു ജീവിതം എന്ന് പറയുന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഉള്ളൊരു യോജിപ്പാണ്. മാനസികമായി യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം ജീവിതം കൊണ്ട് യാതൊരു പ്രത്യേകമില്ല. യാന്ത്രികമായി ജീവിച്ചിട്ട് എന്താ കാര്യം? സ്നേഹമില്ല, സന്തോഷമില്ല, ഇതൊന്നുമില്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഭാഗവും, സാമ്പത്തികവും മറ്റു ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ സംസാരിച്ച് വേണം ഒരു കുടുംബത്തിലേക്ക് കടക്കാൻ. മറച്ചു വെച്ചുകൊണ്ട് കെട്ടാൻ നിൽക്കരുത്. രോഗമായാലും മറ്റേത് സാഹചര്യമായാലും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ഇവിടെ 2 സാമ്പത്തിക നിലയിലുള്ളവർ കല്യാണം കഴിച്ചപ്പോൾ അത് സാരമില്ല എന്നവർ കരുതി, പക്ഷെ അത് വലിയ ഒരു സാരമായി മാറി. ഇത്തരത്തിലുള്ള വലിയ സാരങ്ങളാണ് ജീവിതത്തെയും ജീവനെയും നഷ്ടപ്പെടുന്നത്. നോക്കൂ, ഇവിടെ ജിസ്മോളെ നഷ്ടപ്പെട്ടു. ഈ ലോകം എന്താണ് എന്നറിയാത്ത, ജീവിച്ചു തുടങ്ങാത്ത 2 കുരുന്നുകളെ നഷ്ടപ്പെട്ടു. ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത ഒരു ലോകത്തേക്കാണ് അവർ പോയത്. ഇത് ആദ്യത്തെ സംഭവമോ അവസാനത്തെ സംഭവമൊന്നും അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ, നല്ലൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഏതായാലും സാമ്പത്തികമായി യോജിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. നിറം കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കല്യാണം കഴിക്കണം. നിങ്ങൾ പറ്റുന്നുള്ള വേറെ ആൾക്കാരെ കല്യാണം കഴിക്കുക. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് ജീവിതം നശിപ്പിക്കരുത്, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യരുത്.
different angles. Don't forget to subscribe and support this channel.